വെൽക്കം ടു സിലൂസ് വേൾഡ്. സിലൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ മുക്കം, ഓമശ്ശേരി, പുത്തൂര്, നഗളിക്കാവിനടുത്ത് ചെയ്യുന്ന മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ 450 കിലോ, അതായത് 500 കിലോ അടക്ക ഉണക്കാൻ പറ്റാവുന്ന ഒരു ഡ്രയറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡ്രയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊടുവള്ളി, നമ്മുടെ മുക്കിലങ്ങാടിയിൽ നമ്മളെ പ്രകാശേട്ടൻ്റെ മലഞ്ചരക്ക് വ്യാപാരത്തോട് അനുബന്ധിച്ച് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് പലവിധ ചോദ്യങ്ങളും പലവിധ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഡ്രയറിനെ കുറിച്ച് ഒന്നും കൂടി വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് പ്രകാശിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. അതായത് ഈ അടക്ക ഉണക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോകണം, എങ്ങനെയാണ് ഉണക്കേണ്ടത്, എത്ര ദിവസം കൊണ്ടാണ് അത് മറിച്ചിടേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകാശേട്ടൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടക്ക നമ്മൾ മാർക്കറ്റ് എവിടെയാണ് ചെയ്യേണ്ടത്, 1000 കിലോ അടക്ക ഉണക്കി കഴിഞ്ഞാൽ എത്ര ശതമാനം അടക്ക നല്ല അടക്കയാണ്, എത്ര ശതമാനമാണ് നമുക്ക് അടക്ക കിട്ടുക, പിന്നെ എന്തൊക്കെ വിറകാണ് നമ്മളിതിൽ കത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റം കാര്യങ്ങൾ നമ്മളിതിൽ പറയുന്നുണ്ട് പ്രകാശേട്ടന്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് സുഖം തന്നെ, അങ്ങനെ പോണ്, കുഴപ്പമൊന്നുമില്ല, ജീവിച്ചോളൂ. ഇപ്പൊ കണ്ടിട്ട് അറിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്ക് കുറച്ചുകൂടി അതിന്റെ ഇതിനെ പറ്റി കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തൊക്കെ പോരായ്മകള്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കുറെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ തീർക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാന്ന് കരുതിയത്. അപ്പൊ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്, പുതിയ വിശേഷമൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഉണക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നവരോടെ കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ, ഒരു പ്രാവശ്യം മെഷീൻ വാങ്ങിക്കുകയാണെങ്കിലും അവരതിന്റെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അതിന്റെ ഇത് കിട്ടുന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 2.5 കിൻഡലാണ്, 5 കിൻഡലാണ് ഇതിൽ ഉണക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് 1 ടണ്ണിന്റെ ആണ് വണ്ടി. 1 ടണ്ണിന്റെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു പാർട്ടി നമുക്ക് പഴിക്കാട് ആൾക്കാരെ ഇറക്കി നമ്മൾ വിളിച്ചിറങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ പഴിക്കാടേക്ക് എത്തിച്ചേരുന്നുണ്ട്. 2.5 ടണ്ണാകുമ്പോൾ 5 പ്രാവശ്യം കൊണ്ട് ഉണക്കണം. 5 പ്രാവശ്യം പറഞ്ഞിട്ടാണെങ്കിൽ ചുരുങ്ങിയത് 25 ദിവസമായി. അപ്പോൾ 1 ടണ്ണിന്റെ ആണെങ്കിൽ പെട്ടെന്ന് പണിയും തീരും, എല്ലാം ഉണങ്ങി കിട്ടും. 2 ആഴ്ച ഒന്നും വേണ്ട. എന്തിനാ 2.5 ടണ്ണാണെങ്കിൽ സുഖമായിട്ട്, പിന്നെ എത്ര ലോഡ് ഇട്ടുകയാണെങ്കിലും കറക്റ്റായിട്ട് വരും. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടുക, എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് മറിക്കുക, പിന്നെ അവസാനം ഇന്ന് 4 ദിവസം കൊണ്ട് ഉണക്കിയ സംഭവമാണ് കാണുന്നത്. അതായത് ഫുൾ ഡ്രൈ ചെയ്യുക. അത് കറക്റ്റ് ഉണക്കാനെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്തെങ്കിലും ആൾക്കാർക്ക് അറിഞ്ഞൂടെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പേര് എൻ്റെ കെയർ ഇപ്പോൾ അടക്കം ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്, അതേ മോഡൽ തന്നെ അടക്ക അവർ ഉണക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള, നമ്മൾ മെഷീൻ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് പോകാതിരിക്കുന്നൊന്നുമില്ല. എന്നോട് ചോദിക്കുന്ന നേരം എപ്പം വിളിച്ചിട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എത്രയോ ആൾക്കാർ നമ്മളെ കെയർ പോകുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല. അല്ല, പിറ്റേന്ന് മറിക്കണ്ട, 2 ദിവസം കഴിഞ്ഞിട്ടേ മറിക്കാവും. 2 ദിവസം കഴിയുമ്പോൾ ഒരു പകുതി ഉണങ്ങിണ്ടാവും. പകുതി ഉണങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ 2 ദിവസം കൂടി കഴിയുമ്പോൾ പകുതി ഉണങ്ങും. പകുതി ഉണങ്ങിയാൽ പിന്നെ ലേസം അവിടെയും ഇവിടെയും പച്ച ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും അടിയിലിടുക. എന്നിട്ട് അത് ഒരുവിധം ആയതായിരിക്കും, പക്ഷെ അത് അടിയിലിട്ടിക്കുകയാണെങ്കിൽ ഒരു ദിവസം കറക്റ്റ് ചൂട് കൊടുത്തിക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് വരും. നല്ല ക്ലിയർ ആയിട്ട് 5 ദിവസം കൊണ്ട് എനിക്ക് ഫുൾ ഡ്രൈ ആകുന്നുണ്ട്. 4 ദിവസം പടി ഞാൻ ചെയ്യല്. പക്ഷെ 5 ദിവസം ആകുമ്പം ഒരു ഒറ്റ പച്ച കയ്യിൽ വരില്ല. നമുക്കിപ്പോൾ നമ്മൾ മാർക്കറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു പച്ച കിട്ടിക്കുകയാണെങ്കിൽ അത് എന്താവും പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ പച്ചൻ്റെ മാർക്കറ്റ് അവർ പറയാം, ഉണങ്ങിയ അവർ കാണൂല. അവർക്ക് നോക്കി അടക്കം നോക്കുമ്പോൾ അറിയാം അത് പച്ചയാണോ ഇതാണോ എന്നുള്ളത്. അതിൽ നോക്കിയിട്ട് വെട്ടുന്നേരം നമുക്കും അറിയാം അതിനെപ്പറ്റി അതിൽ പച്ച ഉണ്ടെങ്കിൽ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാ പൊളിച്ച് കഴിഞ്ഞാൽ പച്ച ഉണ്ടാകുന്ന വെച്ചാൽ 4 ദിവസം കൊണ്ട് ഉണക്കിയാൽ ചിലപ്പം പച്ച ഉണ്ടാവും. അത് 5-ാം ദിവസം നമ്മൾ ഇടുന്ന സമയത്ത് അത് കറക്റ്റായി ഇട്ടുകയാണെങ്കിൽ പിന്നെ പച്ചൻ്റെ വിഷയം ഇരിക്കില്ല. അപ്പം നമ്മളെ ഉണ്ടല്ലോ മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന നേരം, ലേലം വിളിക്കുന്ന നേരം അവർ നോക്കിയിട്ട് തന്നെ വെട്ടുക. നമ്മൾ അടക്ക കണ്ടവർക്കറിയാം ഉണക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉപവാസമാണ്. ഓരോരുത്തരും വാശിയോടുകൂടെ മത്സരത്തിൽ വിളിക്കുക ചെയ്യുക. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് പാണ്ടിക്കാട, അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മാർക്കറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാണ്ടിക്കാടുണ്ട്, പല മാർക്കറ്റും ഉണ്ട്. പാണ്ടിക്കാട് ഇപ്പോൾ അടുത്തും കൊടുത്തേരം കുഴപ്പമൊന്നും ഇല്ലാണ്ട് മാർക്കറ്റ് കിട്ടിക്കുന്നത്. അതിൽ ലാഭവും നന്നായി കിട്ടിയിട്ടുണ്ട്. ലാഭം കിട്ടുന്നുള്ള ഉറപ്പുള്ള കാര്യം. അടക്ക നോക്കിയെടുക്കണം. ചില സ്ഥലത്ത് അടക്കം ഔട്ടിങ് ഇല്ല, ഇവിടുത്തെ ഔട്ടിങ് ഉണ്ട്. പിന്നെ പല സ്ഥലത്തും ഔട്ടിങ് മതിയായി. പാലക്കാട് ഭാഗത്ത് ഔട്ടിങ് ലേസം കുറവുണ്ടെങ്കിലും കൂടിയിട്ട് അടക്ക നല്ല അടയ്ക്കുക. അതിന് അടക്കയും മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അവിടെ വിലനെ പറ്റി കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും 68 റുപ്യാന്ന് തോന്നുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അടക്കിയിരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ പല ബോർഡറിലും ഏറ്റവും നല്ല അടക്കുണ്ട് അവിടെ.
23.5% വരെ നമുക്ക് കിട്ടിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ 23 കിട്ടിക്കുന്നത്. 23 കിട്ടാന്ന് വെച്ചാൽ ഇവിടെ തന്നെ 71 ഉറപ്പിക്കുക സൈറ്റ് തന്നെ. നമ്മള് അത് എനിക്ക് ഞാൻ വിറ്റത് 373. അപ്പൊ അതിലൊക്കെ നല്ല കണക്കൂട്ടിയാൽ തന്നെ അറിയാലോ 23.5% ഇത്രയും കിട്ടി. ചില സ്ഥലത്ത് അടയും മോശം അടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പാർട്ടി നല്ല പാർട്ടി ഉണ്ട്, നല്ല പാർട്ടി നല്ല അടക്കി ഇറക്കി തരും. ഒരു പ്രാവശ്യം നമ്മൾ എടുത്തുകയാണെങ്കിൽ പിന്നെ അവർക്കും അടക്ക ചെലവാകിയല്ലേ വേണ്ടി, അടക്ക ചെലവാക്കി നമുക്ക് ലാഭവും കിട്ടും. അപ്പൊ അങ്ങനത്തെ ഇതിൽ കൂടെ എത്രയോ ആൾക്കാർ ഇപ്പം ചെറുപ്പക്കാരൊക്കെ എത്രയോ ചെയ്യുന്നുണ്ട്. ഒരു ടണ്ണിന്റെ എടുത്തിട്ട് ഉണക്കിയിട്ട് ഇപ്പൊ ഞാൻ അവരോട് ഇറക്കി ഞാനും ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് മുന്നേ ഞാൻ പോയപ്പോൾ നിങ്ങൾ വന്നല്ലോ, ആ സമയത്ത് ഞാൻ അടക്കി എടുക്കുമ്പോൾ അവരടക്കം ഞാൻ എടുത്താ അതെടുത്തിട്ട് ഞാൻ മാർക്കറ്റിൽ നമ്മൾ അതിന്റെ ഇത് കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് അടക്കമില്ലാത്തവരാണെങ്കിലും അടക്ക എത്തിച്ചു കൊടുക്കാനുള്ള ആൾക്കാരും നമ്മളെടുത്തൊരു സംവിധാനം ഉണ്ട്. 365 ദിവസവും അടക്ക കിട്ടും. അടക്ക കിട്ടും. അടക്ക 3 മാസം കഴിഞ്ഞ് പിന്നെ അടക്ക കിട്ടില്ല എന്നുള്ളതല്ല. ഒരു പ്രശ്നം വരില്ല. തൂക്കം കൊടുത്താൽ എങ്ങനെയാ കുറയാ എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞ ഈ അടി കൊടുത്തതിന്റെ ഒരിക്കലും കുറയില്ല. പിന്നെ നമുക്കിടെ ഒരു അടക്ക ഉണക്കിയതിന് ശേഷം 2 ദിവസം ഇട്ടിട്ട് പിന്നെ 3-ാം ദിവസം ഇട്ടിക്കുകയാണെങ്കിൽ അത് ഉണങ്ങിയതിൻ്റെയല്ലേ ഉണങ്ങുന്നത്, അതിൽ കാര്യമല്ലല്ലോ. അപ്പൊ മറ്റും ഉണങ്ങൂലല്ലോ. അപ്പൊ 2 ദിവസം ഇട്ടിട്ട് മറച്ചിട്ട് 2 ദിവസം കൊടുത്ത് പിന്നെ ഒരു ദിവസം കൊടുക്കുന്ന നേരം ഔട്ടിങ് കുറയുന്ന നേരം വെയിലത്ത് എങ്ങനെ ഉണങ്ങുന്നു അതേ മോഡൽ ഔട്ടിങ് കിട്ടുന്നുണ്ട്. ഇതിലൊരിക്കലും ഔട്ടിങ് കുറവില്ല. ഞാൻ അത്രയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല അവിടെ ടണ്ണ് കണക്കിന് ഉണക്കി വെച്ചാൽ അതായത് നമ്മൾ ഇത് ആകെ പൊളിക്കുക അങ്ങനെ കയറ്റി പോവുക. ഇപ്പം മാർക്കറ്റിനനുസരിച്ച് വില കുറഞ്ഞു കാണാൻ അന്ന് നമ്മൾ വിൽക്കൂല. എന്നാൽ നമ്മളും ചെയ്യും ഇത് പാക്ക് ചെയ്തിങ്ങാൻ അവിടെ വെക്കും. അന്ന് വെക്കേണ്ട കാര്യമല്ലല്ലോ. പുള്ളി വെച്ചാല് ഏത് അടക്കല വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു മഞ്ഞളിപ്പുണ്ടല്ലോ, മഞ്ഞളിപ്പുള്ള സ്ഥലത്ത് നിന്ന് അടക്കി എടുത്തിക്കുകയാണെങ്കിൽ അത് സാധ്യത ഉണ്ട് അങ്ങനെ വരുന്നത് പുള്ളി വരുന്നു. അല്ലാത്ത സ്ഥലം എന്തോരം അടക്ക ഒരു കാരണവശാലും വരൂല. ഒരു കാരണവശാലും റയൽ ഉറക്കിൽ പുള്ളി വരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്നതല്ലേ നല്ല രീതിയിൽ എന്നുവെച്ചാല് നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കുന്ന അടക്കൊക്കെ. പിന്നെ പച്ചടക്ക കൊണ്ടുവന്നിട്ട് അതിലെന്താ കറുപ്പെന്ന് വെച്ചിട്ടാണെങ്കിൽ പച്ചടക്ക നമ്മൾ ഏത് കാലത്ത് വെയിലത്തിട്ടാലും കറക്റ്റ് ചെയ്യുക, അത് വെളുക്കാനൊന്നും പോണില്ല. ഇത് പച്ചടക്ക കറുപ്പ് തന്നെയാ വരിക. പഴുത്തടക്കാണെങ്കിൽ അതിലുള്ള പച്ചടക്ക ഉണ്ടല്ലോ, അതിലുള്ള പച്ചടക്ക പഴുക്കലുള്ള പച്ചടക്കല്ലേ അതൊരിക്കലും കറുപ്പ് വരില്ല. അത് നമ്മൾ അതിന്റെ ഇല കൊല വരുമ്പോഴാണ് പച്ച വരുന്നത്, ആ കോറ വരുന്നത്, അത് പച്ചയായിരിക്കും, അല്ലാത്ത വരൂല. ഇതെന്നാ സിമ്പിൾ പരിപാടിയാണ്, നല്ല സുഖമാണ്. എന്ന് വെച്ചാൽ ഉണക്കിക്കുകയാണെന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു നല്ലൊരു ഇൻകം ബാക്കിയാകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്തിട്ട് പൈസക്ക് ബുദ്ധിമുട്ട് വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ ഓരോ ചെയ്തപ്പോൾ ഞാൻ എന്റെ മുന്നിലുള്ള സ്ഥലമൊക്കെ ഞാൻ വാങ്ങിക്കുന്നു. അതിനെന്താ യഥാർത്ഥ സത്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ കച്ചവടം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നതാണല്ലോ. പിന്നെ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കടയുണ്ടല്ലോ, കടയിൽ നിന്നും ഞാൻ അടക്കി എടുക്കുന്നുണ്ട്. അവിടെ തേങ്ങ കൊടുക്കുന്നുണ്ട്. ഇതിൽ തേങ്ങ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയാ. എളുപ്പം തേങ്ങ ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാല് തേങ്ങ അടിയിൽ മലത്തി വെക്കി ഞാൻ എത്ര ടണ്ണ് കണക്കിന് ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇതില് 635 കിലോ ഞാൻ ഇതിലിട്ടിരിക്കുന്നത് പറഞ്ഞാൽ വിശ്വാസമാകുമോ? അതായത് 5 കിൻഡൽ അടക്കുകയാണെങ്കിൽ പക്ഷെ ഇങ്ങനെ കൂമ്പാരായിട്ട് വെക്കാം. സെക്കൻഡ് ദിവസം അത് മറച്ചിട്ടിക്കുകയാണെങ്കിൽ പകുതിയിലധികം അത് കഴിക്കാൻ കഴിയുന്നുണ്ട്. ചിരട്ട കഴിച്ച് പിന്നെ നമ്മൾ മുകളിൽ അടിയിലിട്ടിക്കുകയാണെങ്കിൽ പിന്നെ അത് പിറ്റേ ദിവസം അതും കഴിച്ച് ഒക്കെ കറക്റ്റ് 4 ദിവസം കൊണ്ട് ക്ലിയർ ആയിട്ട് ഫുൾ ഡ്രൈ ആയിട്ട് 650 കിലോ ഞാൻ ഇട്ടിക്കുന്നത്. അതായത് ഇതിൽ കണ്ടുകണെങ്കിൽ തോന്നൂലല്ലോ, പക്ഷെ മുകളിൽ വരെ വെക്കും, ഏറ്റവും മുകളിൽ വരെ വെക്കാം, കൂനായിട്ട് വെക്കാം. അത് മുകളിലത് കമത്തി വെക്കണം. അപ്പോ അല്ലാതെ കമത്തി വെക്കുക. നമ്മളെന്ത് ചെയ്യാ, ആദ്യം വെട്ടി മലത്തി വെച്ചിട്ട് മറസയിലിട്ടാൽ മതി. മറസയിലിട്ടിട്ട് മുകളിൽ കമത്തി വെക്കുക. മുകളിൽ കമത്തി എത്ര ഐറ്റിലും വെക്കാം, പക്ഷെ അവന് ചൂടടിക്കണമെന്നില്ല. പിന്നെ സെക്കൻഡ് ദിവസം നമ്മൾ എടുക്കുന്ന സമയം ഉണ്ടല്ലോ, അത് ആ അടിയിൽ വരും. അടിയിൽ വരുന്ന നേരം ഇതിൽ പകുതിയിലധികം കഴിക്കുക. പകുതിയിലധികം കഴിച്ച് പിറ്റേന്ന് കഴിക്കൽ കഴിഞ്ഞിട്ടാണെങ്കിൽ ഫുൾ 2 ദിവസം കൊണ്ട്. അപ്പോ ഇതിപ്പോ നമ്മൾ നാളികേരം 4 ദിവസം കൊണ്ട് ഫുൾ ഡ്രൈ കിട്ടും. മലർത്തി വെക്കുക. അതെന്താ വെച്ചാലുണ്ടല്ലോ, മലർത്തി വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമത്തി വെച്ചാൽ കരിയും. ചൂട് ഏൽക്കല്ലോ. ഇത് നമ്മളിപ്പോ വെയിലത്താണെങ്കിലും ഇങ്ങനെ മലത്തിയല്ലേ വെക്കുക, അതുപോലെ സിസ്റ്റം. പക്ഷെ എല്ലാം മലത്തി വെക്കണ്ട. പിന്നെ നമ്മൾ അടിയിൽ ഒറ്റ ലെയർ ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കൊട്ടയോട് കൂടെ ഇട്ടിട്ടാൽ മതി, തട്ടിയാൽ മതി. എന്നിട്ട് മുകളിൽ കമത്തി വെക്കുക. കമത്തി വെക്കുക എത്ര ആക്കുക അത്രയും വെക്കുക. പക്ഷെ പിറ്റേന്ന് നമ്മൾ മറച്ചിട്ടിട്ട് അത് പകുതിയിലധികം കഴിക്കുക. പിന്നെ അത് അടിയിൽ വന്നല്ലോ, പിന്നെ കൊപ്പര മുകളിൽ ഇട്ടാൽ മതി. അതിനെ കൊപ്പര അതിന്റെ മുകളിൽ ഇട്ടാൽ മതി. ചെട്ടി വിട്ടുണ്ടാവും, പകുതിയിലധികം വിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ കൊപ്പര മുകളിലും വെക്കാം. അപ്പൊ അത് നമ്മളെ കൊപ്പര എടുത്തതെന്ന് വെച്ചാൽ ഇപ്പൊ അടക്കമായിട്ട് യാതൊരു രക്ഷയില്ല. സീസൺ ആണെന്ന് വെച്ചാൽ ഇത് തന്നെ ഉണക്കി തീരുന്നില്ല. 5 ലൈൻ കൊണ്ട് ഒരു നിലത്ത് കാണുന്ന ഉണക്കാനുള്ളതാണ്. പക്ഷെ ഉണക്കാനുള്ള ഇതിൽ കാലിയാണ്ടേ. ഇതിലിപ്പോ മുകളിൽ വരെ ഇട്ടില്ല, ഇപ്പം താന്നതാ. അങ്ങനെ എടുത്ത് 10 മിനിറ്റ് കൊണ്ട് പരിപാടി ഇത് എടുത്ത് ഇത് ചാക്കിലേക്ക് ഇങ്ങനെ ചാക്ക അവിടെ വെച്ച് കൊടുക്കുക. അതിങ്ങനെ ഇതാക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട്
ചാക്കിൽ നിറയെ ചാക്ക് ഇപ്പൊ തുന്നുള്ള 500 കിലോന്റെ ഇതിപ്പോ എത്ര ദിവസമായതാണ് ഇത് 5 ദിവസമായി, കറക്റ്റ് 5 ദിവസം. അതായത് ഇത് പൊട്ടും തന്നെ ഉണ്ടല്ലോ, അതൊരു അടക്ക കണ്ടിക്കണേ ആർക്കും മനസ്സിലാവും, അത്രയും ക്ലിയറാ, നല്ല സൂപ്പറായിട്ട് കിട്ടും. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഈ പച്ച അടക്കണ്ടല്ലോ, അത് പുഴുങ്ങിക്കാണ്ട് ഉണക്കുന്നത്, അതിൽ ഉണക്കാൻ സുഖം, അത് ഉണക്കാൻ സുഖം. എങ്ങനെയാ അത് കോറ പൊളിക്കുക, കോറ പൊളിച്ചിട്ട് പുഴുങ്ങണം. പുഴുങ്ങിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒരു എന്തെങ്കിലും ഒരു തുണി പോലത്തെ അടിയിൽ വിരിക്കുക, ഇതിന്റെ നേരെ ഡയറക്റ്റ് വേണമല്ല, എന്നിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി, നല്ല സുഖമായിട്ട് ഉണങ്ങും. ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ ഇത് തന്നെ ചെയ്യലുണ്ടായിരുന്നു, അത് തന്നെയാണ് പരിപാടി. അപ്പൊ എന്താണ് ഇതിലൊന്നും 5 കിൻഡൽ ഒന്നും കളിച്ചു കയറാം, അതൊക്കെ പൈസകളും കുറെ വേണം, പൈസ ഉണ്ടാക്കാം. കോറ പുഴുങ്ങിയിട്ട് ഉണക്കി കഴിച്ചാൽ ഒരു ടൈം ഉണ്ട്, അത് നമ്മൾ നല്ല മാർക്കറ്റ് കിട്ടും. സ്റ്റോക്ക് ചെയ്യാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ നല്ല ലാഭം കിട്ടും. സൂപ്പറായിട്ട് ഉണക്കി കിട്ടും, എങ്ങനെ വേണേ ഉണക്കി നമ്മൾ കാണിച്ചു കൊടുക്കാം. അവരടക്ക വേണേ സാമ്പിൾ കൊണ്ടുവന്നോട്ടെ. നമ്മള് ചെറുതാവുന്ന റിസ്ക് കൂടുതലാ, അതെന്നുവെച്ചാല് പണിയെല്ലാം കണക്കൊന്നാ. നമ്മളിപ്പം കൂടുതൽ ലാഭം കിട്ടണേ വലുത് വേണ്ടേ, പണിയൊക്കെ ഒരേ പണിയാ. അപ്പൊ ഞാനന്ന് ഇതില് അവരോട് വാങ്ങിയ സമയത്ത് ഇത് നമ്മൾ പരീക്ഷണം നോക്കണല്ലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ പല മോഡലും നോക്കി വിജയിച്ചപ്പോഴാണല്ലോ, വിജയിച്ചാല് ഒരു 15 ദിവസം കൊണ്ട് എനിക്ക് അതിന്റെ എല്ലാ ഐഡിയയും മനസ്സിലായിട്ടുണ്ട്. ഇപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇപ്പൊ എങ്ങനെയൊക്കെ 2 വർഷമാണ്, 2 വർഷമായി ഒരുപാട് ഇടയ്ക്ക് ഉണക്കിക്കുന്നേ, കൈ ഇത് അവിടെ നോക്കിയാലൊന്നും ഒരു കുഴപ്പമില്ല. അത് നമ്മൾ തുറന്നിടുന്ന കൊണ്ടാ, അതുകൊണ്ട് അതിന് ഒരു കംപ്ലൈന്റ് വരുന്നില്ലല്ലോ. ഇതിപ്പോ ഇപ്പൊ എന്നോട് ആൾക്കാർ ചോദിക്കലുണ്ട് ഈ മെഷീൻ എനിക്ക് തരുമോ, ഈ മെഷീൻ തരുമോന്ന്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മെഷീൻ തരാൻ എനിക്ക് വലുതെടുക്കണമെന്ന് ആഗ്രഹമുണ്ടേ. അപ്പൊ നമ്മൾ ഇത് കൊടുത്തിട്ട് വേറെ വലുതാക്കൂ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട്, അതും ചെയ്യും ഞാൻ. അപ്പൊ എനിക്ക് ഇതുകൊണ്ട് നടക്കുന്നില്ല സംഭവം, നടക്കുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ബൾക്കായി സാധനം കിട്ടുന്ന, എന്റെ കടയിലും സാധനം വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വെച്ചാല് 5 ആര് വാങ്ങിയാലും 5ന്റെ വാങ്ങരുത് എന്നൊക്കെ പറയാനുള്ളൂ. 5ന്റെ വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടല്ലോ പെട്ടെന്ന് തീരൂല. 10ന്റെ തന്നെ വാങ്ങണം, 10ന്റെ വാങ്ങണം. നിങ്ങൾ 900 പറഞ്ഞോളി, പക്ഷെ 1000ന് മുകളിൽ ഞങ്ങൾ ഉണക്കലുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നു ഫുള്ള് നിറയുന്നില്ലല്ലോ, നിറയണമെന്നില്ല. അപ്പൊ മുകളിൽ കൂമ്പാനായിട്ട് വെക്കാം. ഇത് കുറച്ച് ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കന്നെ താഴും, താഴ്ന്ന് വരും. താഴ്ന്ന് പിന്നെ മറക്കലുണ്ടല്ലോ, പിന്നെ 2 ദിവസം കൂടെ കഴിയുമ്പോഴേക്ക് ആ ലെവലിൽ വരും, ബോഡി ലെവലിൽ വരും. ബോഡി ലെവലിൽ വന്നു കിടങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ ചിലര് നമ്മളിങ്ങനെ കമന്റ് ചോദിക്കുന്നതാണ്, നനച്ചിട്ടാണോ ചീച്ചിട്ട് വേണോ ചീച്ചുണക്കുന്നത് മോശമാണ് ഇത് പറയുന്നത്. ചീച്ചുണക്കാണ്ട് കിട്ടുക അന്നോ തന്നെ ഇടുന്ന ഏറ്റവും ബെറ്റർ. ചീച്ചുകാണെങ്കിൽ ഏറെ മേലോട്ട് കിടക്കാൻ ചെറിയൊരു പണിയുണ്ട്. മനസ്സിലേ ഇന്ത്യ ഇത് ചോദിക്കുന്നത് ചീഞ്ഞതല്ലേ, അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ലോഡിങ് കേസും കുറച്ചാണോ. പക്ഷെ അത് ലോഡ് കൂടുതലുണ്ടാവും. എന്നുവെച്ചാൽ ചീഞ്ഞിക്കണമെങ്കിൽ അടക്കാൻ ഒരുപാട് 5 കിൻഡലാണെങ്കിലും അതിന്റെ ലെവലിൽ താഴെ ഉണ്ടാവും. മനസ്സിലായില്ലേ. അവൻ അല്ലാണ്ടിരിക്കുമ്പോഴും മുകളിൽ പൊന്തി കാണുക. ചീഞ്ഞിക്കണമെങ്കിൽ കുറഞ്ഞല്ലോ, കനം കുറഞ്ഞല്ലോ. അങ്ങനെ ചീഞ്ഞാലൊന്നും ഇതിലൊരു ബുദ്ധിമുട്ടും വരില്ല. ചീഞ്ഞിടക്ക് എങ്ങനെയാണ് എങ്കിലും ഉണക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിൽ ശരിക്കും വലിയ ടയറാണ് നമ്മളെ ഏറ്റവും മേടിക്കാൻ നല്ലത്. ഒരു 10ന്റെ വാങ്ങാം, 10ന്റെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു അതിൽ നിങ്ങൾക്ക് 3 ഇഞ്ചിൽ ഉണക്കാം, 4 ഇഞ്ച് 5 ഇഞ്ച് എത്ര ഉണക്കാം, എത്ര കുറച്ച് ഉണക്കാം. പക്ഷെ നമുക്കൊരു 10 ഉണക്കിയാലാണ് പെട്ടെന്ന് അതിന്റെ ഇത് വരിക, സ്പീഡ് വരിക. അല്ലാണ്ട് നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നേരം നമുക്ക് ലാഭമാണല്ലോ നമ്മള് ഉദ്ദേശിച്ചാണല്ലോ ചെയ്യുന്ന ഒരു തൊഴിലാണല്ലോ. അപ്പൊ ഒരു 10 ആവുന്ന നേരം അതിൻ്റെതായ ഒരു മാറ്റമില്ലേ. 10 ആവുന്ന നേരം നമുക്കാണെങ്കിൽ 10 ആയിക്കാണെങ്കിൽ ശരിക്കും ഒരു 10 രൂപ 12 രൂപ 5 രൂപ കിട്ടുന്ന 18 രൂപ ഉണ്ട് കേട്ടോ. അടുത്തൊരു ചെക്കൻ പറയുന്നുണ്ട് ഞാൻ അടക്കിയെടുത്താന് കഴിഞ്ഞ 18 രൂപ ലാഭം കിട്ടുന്നത്. അത് അടക്കം നല്ല അടക്കിയായിരുന്നു കിട്ടി. പിന്നെയാണ് നല്ല ഔട്ടിങ് കിട്ടിയിട്ടുണ്ട്. 25% ഔട്ടിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള അടക്കിയായിരുന്നു. 25% ഔട്ടിങ് കിട്ടിയിട്ടുണ്ട്. വിലയും കിട്ടിയന്ന് 370 വിലയും കിട്ടി. അപ്പൊ അന്ന് 67 റുപ്യ എടുത്തു. ഇപ്പൊ 71 ഉണ്ട്. പക്ഷെ അന്ന് നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. 71 റുപ്യ 71 റുപ്യ 72 റുപ്യ ഇവിടെ ഇറക്കുന്നതിന് പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോഡ് നമ്മളെ പാർട്ടിക്ക് വേണ്ടി ഇറക്കി കൊടുത്തത് 71 റുപ്യ. നല്ല അടക്കിയ. പിന്നെ അങ്ങനെ പലരും നമുക്കും ഇങ്ങനെ പറയുന്നവരൊക്കെ നമ്മൾ വിശ്വാസമുള്ള ആൾക്കാരെടുത്ത് ഞാൻ ഇറക്കി കൊടുക്കും. ഞാനൊരു പ്രാവശ്യം ഇറക്കി കൊടുത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് അതിന്റെ വിഷമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചാൽ ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ ഒരു 5 ദിവസം കൊണ്ട് റിസൾട്ട് ഇരുന്നതാണല്ലോ. അപ്പൊ നമ്മളെ ഉണക്കിയിട്ട് അത് നഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ചില അതിന്റെ നമുക്കല്ലേ അതിന്റെ വിഷമം. നമ്മൾ കത്തിക്കാനേ എത്ര ടെമ്പറേച്ചർ ആണ് ഏറ്റവും നല്ലത്? ഏറ്റവും നല്ലത് പറഞ്ഞിട്ടാണെങ്കിൽ 100 ഫസ്റ്റ് ദിവസം 100 ആക്കാം. 100ന് മേലോട്ട് പോകാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ. 100ന് മേലോട്ട് പോകുന്ന നേരം അത് അടക്കയ്ക്ക് മോശമാണ്. എന്ന് വെച്ചാൽ 120 കഴിഞ്ഞ് കാണിച്ചാൽ അടക്ക മെല്ലെ മെല്ലെ പുക വരൽ തുടങ്ങും. 120 വരെ ഇത് തൊണ്ട് ഉണങ്ങിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ
100 പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ 2 ഇത് കഴിഞ്ഞാൽ പിന്നെ 80 പോയാൽ മതി. 80 പോകാനൊന്നും വളരെ ശ്രദ്ധിക്കണം. 80 മുകളിൽ പോരുത്. പിന്നെ ആൾക്കാർ പറയും അറിയാത്തൊരു അവിടെ കത്തിച്ചങ്ങ് പോവും. ചിലപ്പോ 150 പോയി വരും. 150 വരുമ്പോ ആൾക്കാർ കത്തും. അതാരും പറഞ്ഞിട്ട് അറിയില്ല. ചാൻസാ കാരണം ഉണക്കം തോറും ഉണങ്ങി വരും തോറും ടെമ്പറേച്ചർ കുറച്ച് വരിക. അതായത് നമ്മൾ 80 ആണ് അതിനൊരു സുഖം. അത് ആദ്യമൊക്കെ 100 വിടുക. അതായത് പച്ച അടക്കയാണെങ്കിൽ പഴുത്ത അടക്കയാണെങ്കിൽ 2 ദിവസം ഒരു 100 100 110 പ്രശ്നമല്ല. പിന്നെ പിറ്റേത്തെ ദിവസം ഉണ്ടല്ലോ ഉണങ്ങുന്നതിനനുസരിച്ച് 100 മേളിലൂടെ പോകരുത്. പക്ഷെ 100 ആയാലൊന്നും കത്തൂല കേട്ടോ. 110 ആയാലും കത്തൂല. പക്ഷെ 120 മേലോട്ട് പോയാൽ അടക്കി ഉണങ്ങിയത് ചെറുങ്ങനെ പുകയറുള്ളൂ. അതും ദോഷമാണ്. പുക വരുന്നത് പറഞ്ഞാൽ മുകളിൽ കാണാം. അഥവാ പുക വന്നിട്ടാണെങ്കിൽ നമ്മളെ ഫ്രണ്ട് അടിച്ചാളുക. ഫ്രണ്ട് അടിച്ചിട്ട് അതിലും കൂടുതൽ വലിയ പുക വരുന്നത് വെച്ചിട്ടാണെങ്കിൽ ബാക്ക് തുറന്നിട്ട് പൈപ്പ് എടുത്ത് അടിച്ചാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 50 വരും, 50-60 വരും. ബാക്ക് തുറക്കാനും പണിയില്ല. അങ്ങനെ തുറന്നിട്ട് എങ്ങനെയാ ബാക്ക് അതെ എന്തെങ്കിലും സംഭവം നടന്നു വിചാരിച്ചോളൂ. ഇപ്പം കത്തിയോണ്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ സാധനല്ലേ ഇത് ഞാൻ തുറക്കലുണ്ട്. എനിക്ക് അങ്ങനെ ആവശ്യമില്ല. ഞാൻ ഇടയ്ക്ക് തുറന്ന് ഞാൻ ആണ് അല്ല ഞാനും ചില നേരം ശ്രദ്ധിക്കാത്തവരൊക്കെ 100 120 ഒക്കെ വരലുണ്ട്. 120 വന്നിട്ടാണെങ്കിൽ വൈഫ് ഉണ്ടല്ലോ, ഓള് അത് പെട്ടെന്ന് ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പൊ ഓക്ക് കണ്ടിട്ടാണെങ്കിൽ ഓള് വേഗം തുറന്നിട്ട് നോക്കല്ലേ ഇവിടെ ആണല്ലോ. ഉണ്ടോ ഇതാണ് തുറക്കലേ. ഇത് നമ്മൾ ഇതാ തുറന്നിട്ട് നമ്മള് പൈപ്പ് കൊണ്ട് അടിച്ചിട്ട് ഇതിന് നമ്മൾ മേൽക്കൂടി അടിച്ചാളാ. ഇതിന്റെ മേൽക്കൂടി അടിച്ചാൽ ടെമ്പറേച്ചർ കുറഞ്ഞു. പിന്നെ ഒരു ഇതുമില്ല. അല്ല ഇത് തുറക്കണമെന്നില്ല. ഈ സാധനം തുറക്കണമെന്നില്ല. അത് തുറക്കരുത്. അത് തുറക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തുറക്കാൻ പോയി കഴിയൂല. ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ നമ്മള് പൈപ്പ് എടുത്ത് ഇതിന്റെ മുകളിലേക്ക് അടിച്ചാൽ മതി. അപ്പൊ തന്നെ ചൂട് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. കുറഞ്ഞിട്ടു ടെമ്പറേച്ചർ അന്നപ്പം പെട്ടെന്ന് കുറയും. അപ്പം എന്ത് ചെയ്യാം, മുള് അങ്ങനെ വലിയ വന്നുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു വാട്ടയിൽ വെള്ളം എടുത്തിട്ട് ഇത് അടിച്ചതിന് ശേഷം കേട്ടോ ഒരു പാട്ടയിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഉയർന്ന പുകയെന്ന് വെച്ചാൽ അവിടെ ഒഴിച്ചു കൊടുത്താൽ ഒഴിച്ചോ. ആ വരുന്ന പുകന്റെ സ്ഥലത്ത് മാത്രം. എന്നിട്ട് പിന്നെ അതായത് എവിടുന്നാ വരുന്നതെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ചൂടടിച്ചിട്ടാ. പക്ഷെ എപ്പോഴും ഇതിൽ നമ്മൾ അടക്കം ഇട്ടേക്കണെങ്കിൽ ഈ ഉണങ്ങി വരുന്നതോറും നമ്മൾ ശ്രദ്ധ എപ്പോഴും ശ്രദ്ധ ഏരിയത്തൊന്നും വേണമല്ലോ. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടാണെങ്കിൽ മനസ്സിലാവും. എപ്പോഴും ഇതിന്റെ അടുത്ത് ഇരിക്കാനൊന്നും ആർക്കും ആവില്ലല്ലോ. അത് നമ്മൾ കുറച്ചിട്ടാണെങ്കിൽ ചൂടും ഇതൊക്കെ മനസ്സിലാവും. അത് തന്നെ സംഭവം. ഇതിലിപ്പോ ഞാൻ അടക്കം ഇടാണ്ടോ? രാവിലെ ഇട്ടതിൽ എന്തെങ്കിലും ഇടാൻ ബാക്കിയുണ്ടോ? ഇതിൽ വേണേ കുറച്ചുകൂടെ ഇടാം. ഇത് പെട്ടതാണ് സംഭവം. ഫുള്ളാണ് ലെവലിംഗ് ആണ്. ഇത് ഫുൾ ഇവിടെ വരെ ബോഡി വരെ ഇട്ടിനു. അപ്പൊ ഇന്ന് താന്നതാ. അത് രാവിലെ ഇട്ടതിനെ കൊണ്ട് ഇതുണ്ടോ. ഇതൊക്കെ മുകളിൽ അടക്കപ്പം കണ്ടിട്ടാണ് പഴുത്തടക്കല്ലേ. ഇത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഇത് ഇടുന്നേരം ഇത് അടിയിൽ പോകും. ഇത് 2 ദിവസം ഇട്ടുകണേ ഒക്കെ ഉണങ്ങി. പിന്നെ 5-ാം ദിവസം ബൈ ചാൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുക, ഇതിലേക്ക് ഇടുക. ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ കറക്റ്റായി ഒരൊറ്റ ദിവസം കൊണ്ട് ഫുൾ ഉണങ്ങും. അങ്ങനെ ഇതൊരു പൈതി ഉണക്കം തന്നെ ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ 2 ദിവസം എടുക്കുന്ന എവിടെയെങ്കിലും ഗ്യാപ്പിൽ ഇതിന്റെ നടുക്കൊക്കെ ചിലപ്പോൾ ഗ്യാപ്പിൽ കുറച്ച് വന്നൊക്കെ വരാം. പഴുത്തത് ഉണ്ടാകാൻ സാധ്യമല്ല. എന്നാലും പഴുത്തത് നമ്മൾ എന്ത് ചെയ്യും, അധികം പഴുത്ത കിട്ടുന്നേരം അടക്കൽ കൊട്ടയിലാക്കിയിട്ട് 4 സൈഡിലിടും. മൂലയിൽ 4 മൂല. ഇവിടെ എപ്പോഴും ചൂട് കുറച്ച് അധികം കിട്ടും. ഈ സൈഡും അവിടെയല്ല, ബാക്ക് സൈഡിൽ. അപ്പൊ ബാക്ക് സൈഡ് അധികം കിട്ടുന്നേരം ഈ അടിയിൽ അങ്ങ് ഈ ഒരു സൈഡിൽ ഇട്ടിക്കുകയാണെങ്കിൽ അത് നമ്മൾ മറക്കുന്ന നേരം തന്നെ നമ്മൾ കൊട്ടയിലേക്ക് ഇടുന്ന നേരം എടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരൊറ്റ ഇടയ്ക്കും കംപ്ലൈന്റ് എന്നല്ല, ഒരിടയ്ക്ക് ഉണങ്ങാതിരിക്കില്ല. പഴുത്ത ഈ പഴുത്ത അടക്കല്ലേ, ഈ പഴുത്ത അടക്ക മാത്രം. മറ്റൊരു പ്രശ്നമല്ല. കുറച്ച് പിന്നെ എന്താണ് നമ്മൾ എന്താ പറയാ ചീഞ്ഞത് മിക്സഡ് ആയിട്ട് ഇത് മിക്സഡ് ഞാനില് 2.5 ടൺ ഇറക്കിയിരുന്നു. 2.5 ടൺ ഇറക്കിയാലും ഇത് 3-ാമത്തെ ആണിപ്പോ 4-ാമത്തെ പ്രാവശ്യം ഇത് ഇടുന്നത്. അപ്പം ഇത് 20 ദിവസമായില്ലേ. 20 ദിവസം നമ്മൾ ഉടക്കുന്നേരതാകല്ലോ. അതുകൊണ്ട് ഞാനിത് ഇവിടെ ചാക്കിലിടാ ഒന്നും പ്രശ്നമില്ല. ചാക്കിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മുള വരരുത്. മുള വന്നാൽ ഔട്ടിങ് കുറയും. അതാ ശ്രദ്ധിക്കേണ്ടത്. മുള വരാൻ ഇവിടെ ചിക്കിയിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഒരു കഴിഞ്ഞ സ്ഥലത്ത് എവിടെയും ചൂട് അടിക്കണമെന്നൊന്നുമില്ല. വെയിലുണ്ടെങ്കിൽ അത്രയും നല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കിയിട്ടേക്ക. ഇതിപ്പോ ഒരു 3 ഇഞ്ചിന്റെ മുളയുള്ളൂ. അതേ ഉള്ളൂ. എന്ന് വെച്ചാല് 2.5 വന്നതിൽ ഞാൻ 2.20 ഉണക്കി പോയി. ഇതുകൂടിയായ 2.20. 3 ഇഞ്ചിലെ ഉണ്ടാവും. അത് അടുത്ത പ്രാവശ്യം ഇതിലേക്ക് ഇടുക. നമ്മൾക്ക് വേറെ അടക്ക വരും. 5 ഇഞ്ചിലാക്കി കണക്കാക്കി ഇടും. ഓരോ പ്രാവശ്യവും നമ്മൾ വരുന്നേരം എന്ത് ചെയ്യണം, നമ്മൾ എത്ര അടക്കെടുക്കുന്നോ അതിന്റെ കണക്ക് കറക്റ്റ് ആയിട്ട് ഇത്ര കിൻഡൽ അയക്കുന്നത്
അത് മറ്റിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണേ ഇതിന് എന്ത് കിട്ടിയെന്നൊന്നും മനസ്സിലാവില്ല. ഓരോ ടൈമിലും നമ്മൾ ചെയ്യുന്ന എത്ര കിൻഡലുണ്ടോ ആ കിൻഡൽ കറക്റ്റായിട്ട് ഉണക്കുക. ഉണക്കിയിട്ട് അതിൽ ഒന്ന് പൊളിച്ച് നോക്കുക എത്ര ഇതുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് അറിയാലോ എത്ര ഔട്ടിങ് കിട്ടി. അപ്പോൾ ഔട്ടിങ് കിട്ടി എത്ര ലാഭമുണ്ട്. പിന്നെ നമ്മൾ പറയും അപ്പം അടക്കി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വില കുറഞ്ഞു. ഇനി അടക്കി ഉണക്കി അവിടെ വെച്ചിട്ട് പൊളിക്കരുത്. പൊളിക്കാതെ നിങ്ങളവിടെ വെച്ചാൽ ഒരു കാരണവശാലും അടക്ക കിടിയില്ല ഉണങ്ങിയത്. അപ്പോൾ എത്ര കൊല്ലം വേണമെങ്കിൽ വെക്കാന്നാ ഉടക്കി ഉണങ്ങിയത് കേട്ടോ. ഉണങ്ങി ഫുൾ ഡ്രൈ ആയത് പൊളിക്കാതെ എത്രയും നിൽക്കാം. അല്ലാത്തത് പൊളിച്ച് കണേ ഒരു 2 മാസമേ മാക്സിമം പോകും. പൊളിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിലധികം വെച്ചിട്ടാണെങ്കിൽ അത് അടക്കല് മറ്റേ ഇത് വരും, പ്രാണി വരും. പ്രാണി വന്ന് ഉള്ളിൽ നിന്ന് തുറന്നെടുക്കുക ചെയ്യുക. ആ അടക്കയ്ക്ക് മാർക്കറ്റിലും വില ഉണ്ടാവില്ല. അപ്പൊ 2 മാസം 1 മാസമൊക്കെ നമുക്ക് പൊളിച്ചും വെക്കാം. അഥവാ വില കുറഞ്ഞുകൊണ്ട് കാണും പൊളിച്ച് വെച്ച് കഴിഞ്ഞ് പഠിക്കാൻ വരും. അതുകൊണ്ടൊക്കെ ശരിയായി വരും. എത്രയും പെട്ടെന്ന് മാർക്കറ്റ് എത്രയും പെട്ടെന്ന് വെച്ചാൽ 1 മാസം വരെയൊക്കെ. പക്ഷെ അന്നൊന്ന് വിൽക്കുകയാണെങ്കിൽ അത്രയും നല്ല ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ടാവും. ആൾക്കാർ ഇപ്പൊ നമ്മളെ വീഡിയോ നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇനിയും നമ്മളിപ്പോ കാരണം പ്രകാശേട്ടന്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു വീഡിയോ. അപ്പൊ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ 1000 കിലോ അടക്കം നല്ല പഴുത്തടക്കം ഉണക്കി കഴിഞ്ഞാൽ എത്ര കിലോ കിട്ടും? അതായത് അടക്കം എന്ന് പറഞ്ഞാൽ പല ഏരിയയിലും പല മോഡലാണ്. ഇപ്പൊ നമ്മൾ പറയാം ഈ കോഴിക്കോട് ഇവിടെ ഒക്കെ 23, 24, 25 വരെ കിട്ടുന്നുണ്ട്. ഈ ഏരിയ ശതമാനം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ മണ്ണാർക്കാട് ഭാഗത്ത് വളരെ മോശമാണ്. അവിടെ മണ്ണാർക്കാട് മാക്സിമം കിട്ടുന്നത് 20, 50 കിട്ടുന്നത്. അത് അവർ പറയുന്നുണ്ട്. അത് അട്ടപ്പാടി അടക്കം വരുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ മണ്ണാർക്കാട് നമ്മളോട് മെഷീൻ വാങ്ങിയ ആൾക്കാരൊക്കെ അവരെടുത്തിട്ട് ഇത്രേ കിട്ടുള്ളൂ. വലിയ തുണിക്കാലും വിൽക്കും ഇത്രേ കിട്ടുള്ളൂ. ഈ വർഷം എന്തോ കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. മറ്റേ കഴിഞ്ഞ വർഷം 22% അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം വന്നില്ല. ഇവിടെ ഈ ജില്ലയില് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾക്ക് എപ്പോഴും നല്ല ഔട്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് നിന്ന് അടക്കം കുഞ്ഞുങ്ങൾ വരുന്നവർ നല്ല ഔട്ടിങ് കിട്ടുന്നുണ്ട്. മണ്ണാർക്കാടാണ് നമുക്ക് മോശമായി തോന്നുന്നത്. പക്ഷെ അവിടെ ഔട്ടിങ് കുറഞ്ഞിരിക്കുന്നത് കുറവാണ്. 1000 കിലോ അടക്കം ഉണക്കി കഴിഞ്ഞാൽ എത്ര കിലോ ശരിക്കും കിട്ടണം? ശരിക്കും നഷ്ടമല്ല എന്ന് പറഞ്ഞാൽ 70 റുപ്യന്റെ ആണെങ്കിലും ഒരു 22 കിട്ടിക്കണമെങ്കിൽ തന്നെ മുതലും ചെറിയൊരു ലാഭമായി. ഈ 220 കിലോ 220 എന്ന് പറഞ്ഞാൽ 1000 കിലോ ആണെങ്കിൽ 220 കിട്ടുക. 200 ഏറ്റവും നന്നായി 250 ഇൻഡ് ചെയ്ത് നോക്കി. 250 × 7 370 352 വരെ പോയിരുന്നു. അപ്പം ലേസർ ഡൗൺ ഉണ്ട് മാർക്കറ്റ്. അപ്പൊ മാർക്കറ്റ് ലേസർ കുറവുണ്ട്. അപ്പൊ മാർക്കറ്റ് കുറവുള്ള നമ്മൾ വിൽക്കില്ല, പ്രധാന. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നൽകുകയാണെങ്കിൽ അതൊന്നും കൊടുക്കാതിരിക്കുക. ഞങ്ങൾ കൊടുത്താലും ഞങ്ങൾക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ അടക്കി എടുത്ത് വരിക. ഞങ്ങൾ കണ്ടല്ലോ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് അടക്കം ഞാൻ എടുത്ത് വരിക. അടക്കെടുത്ത് വന്ന അവര് നമ്മൾ കൊടുത്ത മെഷീന്റെ പാർട്ടിനോട് നമ്മൾ അടക്കിയെടുത്ത് അവർക്ക് ലാഭം കഴിഞ്ഞ പറഞ്ഞില്ലേ 18,000 റുപ്യ ലാഭം ഉണ്ട്. അങ്ങനെ ഞാൻ പലയിടത്തും കൊടുത്ത് ഒരുപാട് മെഷീന് ഇങ്ങനെ പോയ സമയത്ത് പലർക്കും നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ചെയ്യണം. ചിലപ്പോ ഞാൻ എപ്പം വിളിച്ചിട്ടാണെങ്കിലും നമ്മൾ അതിന്റെ മറുപടി കൊടുക്കലുണ്ട്. അല്ലെ വാട്സപ്പില് നമ്മളെ ഇതേ നമ്പർ തന്നെ വാട്സാപ്പ് നമ്പർ നമ്മളെ നമ്പറുള്ള അതേ തന്നെ അതിൽ പറഞ്ഞ് ബന്ധക്കെട്ടിക്കാണെങ്കിൽ നമ്മള് ഇതാക്കലുണ്ട്. നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ മെഷീനൊക്കെ വാങ്ങി കൊടുക്കലുണ്ട്. ഒരു മെഷീൻ വാങ്ങി കൊടുക്കുകയാണെങ്കിലും കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട്. എല്ലാം എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താലും അടക്കം ഇങ്ങനെ ഇത് കിട്ടുന്നു. എന്ന് വെച്ചാൽ ഓവർ ചൂട് പോകുന്ന സമയത്ത് എന്തുണ്ടോ അടക്കൻ്റെ ഉള്ളിൽ ബട്ടോറ എന്നൊരു സംഭവം ഉണ്ട്. അത് അടക്കം കൂടുതൽ ഉണങ്ങിപ്പോ ഇങ്ങനെ ബട്ടോറയാവും. അപ്പൊ അതിന് ഔട്ടിങ് കുറയും. അങ്ങനെയുണ്ട്. കൂടാൻ മാക്സിമം ഉണങ്ങിയിട്ട് അടക്കം ഒരു ഫുൾ ഡ്രൈ ക്ലിയർ ആയിട്ട് കിട്ടിക്കുകയാണെങ്കിൽ എവിടുത്തെ അടക്കയും ഔട്ടിങ് ഉണ്ടാവും. അതിന് ഔട്ടിങ് ഉണ്ടാവും. ഇതിലുള്ള പരിപാടി 2 ദിവസം ഇടുക, പിന്നെ അവസാനം തീർന്ന ഇത് ഇടുക. എന്നിട്ട് ചൂടോടൊക്കെ ചാക്ക് കിട്ടുക. നല്ല ഹീറ്റില്. അത് അവസാനം 5-ാം ദിവസം നമ്മൾ വൈകുന്നേരം തന്നെ നമ്മൾ ചെയ്യുക. വൈകുന്നേരം നല്ല ചൂടെടുത്തിട്ട് നല്ല ചൂടോടുകൂടെ ചാക്കിൽ കൊണ്ടാക്കിയിട്ട് തുന്നിക്കുക. പിന്നെ ചാക്കിൽ തുന്നിക്കണേ എവിടെയും ഉണക്കാത്തുണ്ടാവില്ല. അടക്ക ബട്ടോറായി പോവുകയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഐഡിയ. എന്നുവെച്ചാല് ഇത് ചെയ്തിക്കുകയാണെങ്കിൽ ബട്ടറാതിരിക്കുകയും ചെയ്യും. നല്ല അടക്കയുണ്ട്. ചൂടോടൊക്കെ ചാക്കിലാക്കി തുന്നി വെക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് അട്ടിക്ക് വെച്ചാൽ മതി. അട്ടി വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയില്ല ഇപ്പൊ ഇന്ന് എടുക്കാൻ അടക്കുക അതിക്ക് ഇന്ന് തന്നെ പൊളിക്കാൻ കഴിയും. ഇന്ന് തന്നെ പൊളിക്കാം. പിന്നെ അങ്ങനെ പൊളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് പൊളിക്കുകയാണെങ്കിൽ ആ ചാക്കിൽ സ്റ്റോക്ക് ചെയ്യാൻ വില മാർക്കറ്റ് നോക്കി നമ്മൾ ഇവിടെ വന്ന ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ അടുക്കാൻ ഡയറിൽ ഉണക്കിയാൽ ഒരു ടീമുകൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ മാർക്കറ്റ് കൊണ്ടുപോയിക്കുകയാണെന്ന് വെച്ചാലും അവർ വാരി വാസനിച്ച് നോക്കും. പുകയാണെങ്കിൽ എന്താന്ന് ഓർമ്മ ഉണ്ടാവും. പുകയാണെങ്കിൽ പുക വാസനിക്കും. ഇതിൽ പുക വാസനിക്കില്ല. അതാണ് ഏറ്റവും വലിയത്. ഏത് അടക്കുണ്ടെങ്കിലും ആൾക്കാർ അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ ഭയങ്കര അറിവുള്ള ആൾക്കാരുണ്ടല്ലോ അവരടക്കം വാങ്ങിയിട്ട്
നല്ലൊരു വാസന ഉണ്ടാവും. നമ്മളല്ലാതെ വെയിലത്ത് ഉണങ്ങിയാൽ നല്ലൊരു വാസനയാണ്. അതേ വാസന ഇനി വരും. പുകന്റെ ഒരു വാസനയും വരില്ല. പുകന്റെ സ്മെൽ ഉണ്ടാവും. അപ്പൊ അവർക്ക് അറിയാം പുകന്റെ ആണെന്നുള്ളത്. അടക്കം നിറണ്ടായിട്ടും കാര്യമല്ല. അങ്ങനെ ഉണ്ട്. പല ടെക്നിക്ക് ഉണ്ട്. ഇതിലെ ടെക്നിക്ക് ഉണ്ട്. ഇതിലാകുമ്പോ നമ്മളെ ഐഡിയ എന്താ വെച്ചാല് ഈ പുക വാസനിക്കൂല. പുക വാസനിച്ചില്ല അടുക്കി മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ തന്നെ ചോദിക്കലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചാൽ ചോദിക്കലുണ്ട്, നമുക്ക് അടക്ക എങ്ങനെ തോന്നാ ബൾക്കായിട്ട് മേടിക്കാൻ കിട്ടുമോ, അങ്ങനെ എത്തിച്ചേരാൻ കഴിയും, അങ്ങനെയൊക്കെ സംവിധാനം എത്ര വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാം. എത്ര വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാം. എത്ര വേണമെങ്കിലും. അത് ആദ്യം ഒരു എക്സാമ്പിൾ ഇപ്പൊ ഒരു 2-2.5 ടണ്ണ് എടുക്കണം. അതെ, വണ്ടി അങ്ങ് വലിയ വരിക. 4 ടൺ എടുത്താൽ വലിയത് 2 ടണ്ണിനെ മാക്സിമം എടുക്കണം. അല്ലാണ്ട് ഒരു കുറച്ചായിട്ട് കൊണ്ടുവരാൻ കഴിയൂല. അതെന്താ വെച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണെന്ന് അത് ഇറക്കി കൊടുക്കാൻ കഴിയില്ല. ഏതാ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കി അടുപ്പിച്ചു കൊടുക്കും. അതിനുള്ള പാർട്ടി നമ്മളെല്ലാം എവിടെ ആണെങ്കിലും കൊടുക്കാം. കൊടുക്കാം. കൊട്ടെത്രാണെങ്കിലും കൊടുക്കാം. കൊട്ടെത്രാണെങ്കിൽ നമ്മളെ കറോഫിൽ ഉണക്കുന്ന എത്രയോ ആൾക്കാരില്ലേ, നമ്മളെ ഇതേ മോഡൽ മെഷീൻ വാങ്ങിയ ആൾക്കാരുണ്ട്. അവരോടൊക്കെ വാങ്ങി അടക്ക കൊടുക്കാൻ കഴിയും. നല്ല അടക്കിയും കൊടുക്കാം. പിന്നെ നല്ല വഴിക്കടക്കിയും കൊടുക്കാം. വഴിക്കടക്കി ആദ്യം നമ്മൾ രണ്ട് വാങ്ങി ഒരു ഉണക്കി വെക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അവർക്ക് ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇറക്കിയാൽ മതിയല്ലോ. അങ്ങനെ. പിന്നെ നമ്മളിപ്പോ കത്തിക്കുന്നല്ലോ, കത്തിക്കുന്ന പല ആൾക്കാരും സംശയമുണ്ട്. ചിലവര് ചിരട്ട കത്തിക്കുന്നവരുണ്ട്. ചിരട്ട കത്തിക്കുന്നത് നഷ്ടമാണ്. അതെന്താന്ന് വെച്ചാൽ ചിരട്ടയ്ക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ. ചിരട്ട വേണമെന്നില്ല, ചകിരി മതി. ചകരിയും മറ്റേ എന്തെങ്കിലും ഒരു മുട്ടിയും. ഒരു മുട്ടിയില്ല, ഒരു പച്ചമുട്ടിയൊക്കെയാണ്. തെങ്ങിന്റെ മുട്ടിയാണെങ്കിലൊക്കെ വളരെ നല്ലത്. തെങ്ങിന് നമ്മള് പഴയ തെങ്ങൊക്കെ അല്ലേ മുറിച്ചാൽന്നില്ല ആൾക്കാർ. അവിടെയൊക്കെ ഒരു പീസിന് 15 റുപ്യ ആയിട്ട് ഞങ്ങൾ കിട്ടലുണ്ട്. 15 റുപ്യന്റെ ഒരു പീസ് ഇട്ടാൽ ഒരു 100 തേങ്ങ ചിരട്ടി ചേരിക്ക് 50 രൂപയുള്ളൂ. ഇപ്പോ 50 രൂപേന്റെ നിൽക്കുകയാണെന്ന് 100 തേങ്ങ ചേരി ഒന്നും വേണ്ട ദിവസം. ഒരു 50 തേങ്ങ ചേരി മതി. വേണ്ട. ഞാനിപ്പോ നോക്കി അവിടെ ഇറക്കിയ കണ്ടില്ലേ, അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇതാക്കി ഇവിടെ കൊണ്ടുതരും. അങ്ങനെ ഇതാക്കും. അങ്ങനെ അത് ഒരു ചാക്ക് ഉണ്ടെങ്കിൽ അതിങ്ങനെ അതിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് കത്തി ചൂടായി വരും. ഓവർ ചൂടാവില്ല. ഓവർ ചൂട് അങ്ങനെ ചൂട് പോയി പോലും. വേറെ ഉണക്കവറക് ഇട്ടിട്ടാ. ഉണക്കവറക് വേണം. ഉണക്കവറ ഒരു ചെറുതൊന്നും ഇടുക. പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ നല്ലോണം കത്തും. ഒരു പച്ചയും വേണം. പച്ച ഇട്ടിക്കാണെങ്കിൽ പച്ച അടക്കന്റെ തുണ്ടിട്ട ഏറ്റവും സുഖം. അടക്കന്റെ തുണ്ടും ചകരി മാത്രം മതി. നീറ് നല്ലോണം കത്തല്ല ചൂടും ഉണ്ടാവും. അതെ, ചെറിയ കത്തല്. അതായത് ഉള്ളിൽ പാളല്ല, പാളി കത്തലല്ല. അല്ലാണ്ട് ഇങ്ങനെ കത്തിയിട്ട് നമ്മളെ മീറ്ററിലേക്ക് നോക്കുക. അപ്പൊ മീറ്ററിൽ നോക്കുന്നേരം 80, 100. അത് 100ന്റെ മുകളിൽ പോകുന്നേരം 100 വരുമ്പോ ഡോർ അടിച്ചാളുക. 100 ഡോർ അടയ്ക്കുക. അപ്പൊ എന്നാ പിന്നെ മേലോട്ട് അധികം കാണിക്കൂല. തുറന്നു വെച്ച് കാണുമ്പോൾ കൂടി വരിക. 100 കഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് കൂടും. 80 കഴിഞ്ഞാല് എയർ സർക്കുലേഷൻ കൂടും. അപ്പോഴാണ് ഇത് നല്ല സ്പീഡ് ടെമ്പറേച്ചർ കൂടി വരിക അല്ലേ. അത് 80 കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡോർ അടിച്ചാള്. എന്നാ പിന്നെ ഒരു പ്രശ്നമില്ല. ആ ഡോർ അടിച്ച് കാണിച്ചാൽ അതിൽ ഇങ്ങനെ ഇതാവും. പിന്നെ എന്നിട്ട് കുറഞ്ഞു വരികയാണെങ്കിൽ ഡോർ തുറക്കുക. അപ്പൊ അതേ മോഡൽ പിന്നെയും വരും. അത്രേ ഉള്ളൂ. കുറെ ടൈം കിട്ടും. മനസ്സിലായില്ലേ? നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് ഇപ്പം നല്ലോണം കൊടുക്കുക. ആദ്യം കൊടുത്തിട്ട് നല്ല ചൂടൊക്കെ ആയി 100 രാത്രി കത്തിക്കലുണ്ട്. രാത്രി വെച്ചാൽ അന്ന് രാത്രി കത്തിക്കലൊന്നല്ല. നമ്മളിപ്പം കിടക്കുന്നതിന്റെ ഒക്കെ കുറെ മുന്നേ ഓവർ ഇടാണ്ട് കുറച്ചൊക്കെ ഇട്ടേക്കും. ഒരു നമ്മളെന്താ പറയാ, കുറച്ച് ചകിരി ഇടുക. ഒരു വിറക് ഇട്ടിക്കാണെങ്കിൽ, ഉണക്കാത്ത വിറക് ഇട്ടിക്കാണെങ്കിൽ അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ചിലപ്പം ചൂടുണ്ടാവും. ചിലപ്പോ 5-ാം ദിവസം നമ്മൾ ചാക്കിട്ട് മുടണം കേട്ടോ. മേലെ 5-ാം ദിവസം മുടാം. അതിന്റെ മുന്നേ മുടയരുത്. അതിന്റെ മുന്നേ മുടാൻ പാടില്ല. അതിന്റെ മുന്നേ മൂടിക്കാന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ വെള്ളല്ലേ, ആ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒലിക്കും. അതിൽ കാര്യമല്ല. അത് നമുക്ക് ഉണ്ടല്ലോ അടക്കൊക്കെ ഉള്ളി വരും. പൊളിക്കുന്നേരം ശ്രദ്ധിക്കാം. ലാസ്റ്റ് 4 ദിവസം കഴിഞ്ഞ് 5-ാം ദിവസം ചാക്കിട്ട് ഫുള്ളായിട്ട് ഇടുക. ഏത് നൂൽ ചാക്കിട്ടോ, മറ്റു ചാക്കല്ല. ഫുള്ളായിട്ട് ഇട്ടുകയാണെങ്കിൽ ക്ലിയർ. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും നമ്മളോട് ചോദിച്ചാൽ മതി. എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ ഐഡിയ നമ്മൾ കൊടുക്കും. എങ്ങനെ ചെയ്യണം. ചിലവര് പറയും ഇത് ചൂട് കിട്ടുന്നില്ല, അത്രയാണ് കിട്ടുന്നില്ല, അങ്ങനെ കിട്ടുന്നില്ല, ഒരു സൈഡിൽ കൂടെ വരുന്നില്ല. അതൊക്കെ ചിലപ്പം പറയാം. അതിനൊക്കെ മെത്തേഡ് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഐഡിയ ആണ്. എന്താ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, പഴുത്തടക്ക വരുമ്പോൾ എന്തായാലും ഉള്ളിൽ അവിടെ ഇവിടെ ഉണ്ട്. ഈ കോർണറിൽ ഇട്ട് കൊടുക്കുക. ഈ കോർണർ ഇടുക. ഈ ബാക്ക് സൈഡ് കോർണർ ഇട്ടുകയാണെന്ന് നല്ല പെട്ടെന്നാവും. ഈ ഒരു സൈഡിലുണ്ടല്ലോ, സൈഡിൽ നല്ല ചൂടൊക്കെ വരും. ചൂട് വരുന്നേരം ആ ചൂട് ഇതാകുമ്പോ ഈ സൈഡിൽ തന്നെ ചിലപ്പം 3/4 ഭാഗം കൈ വരലുണ്ട്. അപ്പൊ അത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മാറ്റി ഞാനിപ്പോ എന്താ ചെയ്യുന്നത്, ഇവിടുന്ന് സൈഡിൽ നിന്ന് വാരും. ഇവിടുന്ന് വാരിയിട്ട് മുകളിൽ വാരി അടിയിലത്തും വാരിയിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കൂടി തള്ളുക.
എല്ലാം ഫുള്ളൊന്നും വാരില്ല. ഫുള്ള് വാരേണ്ട കാര്യമല്ല. ആടുന്ന് മുകളിൽ കൂടെ തള്ളിയിടുക, അത് മുകളിലേക്ക് മറിച്ചിട്ടേക്കുക. എന്നിട്ട് പിന്നെ ഇവിടുന്ന് പച്ചയെടുത്ത് അമ്മൂലേക്ക് വിടുക, അവൾക്കെല്ലാം അവിടെ ഇട്ടേക്കുക. വേഗം പരിപാടി ചെയ്യും. പല ഓരോ പരിപാടിയും ചെയ്യാൻ നമുക്ക് വരുമല്ലോ. പിന്നെ അടക്കല കോലം കണ്ടാൽ നമുക്ക് മനസ്സിലാകല്ലോ അത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഒരുപാട് കാലം കൊണ്ട് ഈ ഫീൽഡിൽ ഇല്ലാൻ കൊണ്ട് കോഴിക്കൊല്ല് അതായത് ഇത് വരുന്ന സമയത്ത് അടക്കത്തോല് ഇടുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുന്നേരം ഈ അതിലിങ്ങനെ ഇതുണ്ടാവും, കരി ഉണ്ടാവും. കരി ഉണ്ടായി നമ്മളൊരു കമ്പി എടുത്തിട്ട് മെല്ലെ അവിടെ തുറന്നിട്ട് ആ കുത്തി കൊടുത്താൽ മതി. എന്നാൽ ഒരു വിഷയമില്ല, ആ കറക്റ്റ് ആയിട്ട് പോകും. വെള്ളം കറഞ്ഞ കമ്പി കുറച്ച് ഒരു മൂർച്ച വെക്കും അവിടെ തുഞ്ചോ കുറിപ്പിക്കാന്ന് പറയൂലേ, ആ കുറിപ്പിച്ചിട്ട് വെച്ചിട്ട് അടിയിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിങ്ങനെ ആ വലിയ കൂടെ പോകും. ഒന്ന് മുകളിൽ വരെ ഒന്നും വേണ്ട, ഒരു കുറച്ച് ദൂരം വെച്ചാൽ അരഭാഗം മതി. അരഭാഗവും വേണമെന്നില്ല, എന്നാലും കുറെ. പിന്നെ മാടുന്നത് ഇവിടെ കുത്തുമ്പം മോളും താഴോട്ട് തൊഴിഞ്ഞോളും. പിന്നെ അതിന്റെ ഈ നമ്മളിപ്പോ മേലേക്ക് ഈ പുക പോകണ തന്നെ പുക വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഈ അടഞ്ഞതുകൊണ്ടാണ് ഈ പുക വരുന്നത്. ആ പുക പോകൂല. അതായത് അടഞ്ഞു കാണിച്ചാൽ മുകളിൽ പുക ഇങ്ങനെ പുറത്തേക്ക് പോകില്ല, കുറച്ച് വരിക. ഇതിപ്പോ ഈ പുക പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളൊരു മുൻകരുതൽ എന്ന നിലയിൽ ആഴ്ചയിൽ ശ്രദ്ധിക്കണോ അതോ? അത് നമ്മള് പുക നോക്കിയാൽ മതി. മുകളിൽ നോക്കിയാണെങ്കിൽ കോയിൽ നോക്കാലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കോയില്, ആ കോയിലിനുള്ളിൽ കൂടെ പുക പുറത്തേക്കാണെങ്കിൽ പുക വരും. അതിൻ്റെ ഉള്ളിൽ കൂടെ ആ പുക ഇങ്ങനെ വന്നോളൂ. ഇത് പിന്നെ കുറച്ച് നല്ല ചൂടില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം അങ്ങനെ കൊടുത്തുള്ളൂ. പിന്നെ ഇതിലിപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചകിരി ഇല്ലേ, ഈ ചകിരി ഒരു തൈലേക്ക് ഇട്ടുകയാണെങ്കിൽ മറ്റേ അതിന് വേൻ തീ പിടിക്കും. തീ പിടിച്ച് കുറച്ചിങ്ങനെ അതൊരു ചാക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ഇപ്പം ഇവിടെ ചകരിക്ക് വില കുറവാണ്. ചകിരി എത്രയും കിട്ടും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഈ ചകിരി ഇട്ടുകയാണെങ്കിൽ അപ്പോൾ കത്താത്തതുണ്ടല്ലോ, കത്തിക്കോളും. ഈ ഇതൊക്കെ ഞാൻ മുട്ടിയിട്ട് തന്നെയുണ്ടല്ലോ, ചീഞ്ഞ മുട്ടിയാ, അത്ര വലിയ ഇതൊന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല. അതിങ്ങനെ ഇവിടെ ഫീസായിട്ട് ലോഡായിട്ട് കിട്ടും, വലിയ പൈസയും വേണ്ട. വന്നേം തീയുണ്ടായും. പിന്നെ കുറച്ചിങ്ങനെ കുറെ നേരം കത്തിയല്ലോ, ഇത് ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ നല്ലോണം കത്തിക്കോളും. ഒരു 3-4 പുളി ഇട്ടാൽ മതി. തീയലുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അതിൽ പുക വന്ന് അങ്ങ് കത്തിക്കോളും. വെല്ല കത്തി പിന്നെ അങ്ങ് ലെവലിൽ അങ്ങ് വന്നോളൂ. അതാണ് അതിന്റെ ഇത്. കഥ അടയ്ക്കല് നിനക്ക് കുറവാ. ചൂട് കൂടുമ്പോൾ അടയ്ക്കലുണ്ട്. 100 ആകുമ്പോൾ 80 കഴിഞ്ഞ് 100 ഞാൻ അടച്ചാലുണ്ട്. രാവിലെ ഫുള്ള് വരിക. അത് നല്ല ഫുൾ ക്ലിയറാ. കട്ട് ചെയ്ത് കണ്ടാൽ നല്ല തെറിക്കുന്ന സീസൺ. 5 ദിവസമായി. പൊളിച്ചു കാണാൻ പറ്റും. ഓ പൊളിക്കുക. ഇത് പൊളിച്ചപ്പോ നമ്മളെ കടയിലുണ്ടല്ലേ? ഓ ഇഷ്ടം വരെ അവിടെ ഉണ്ട്. നിങ്ങൾ തന്നെ പൊളിക്കണോ അതോ? അല്ല, നമ്മള് ഇവിടെ പെണ്ണുങ്ങൾ വരലുണ്ട് പൊളിക്കാൻ. ഇവിടുന്ന് അധികം പൊളിപ്പിക്കല്. പിന്നെ കടയിൽ നിന്ന് പൊളിപ്പിക്കും. അത്രയും പണിയുള്ളൂ സംഭവം. അത് കത്തി ഉണ്ടെങ്കിൽ വേഗം പൊളിയും. പൊളിഞ്ഞിട്ടാൻ പണിയില്ല. കത്തി ഉണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ പൊളിയുന്നില്ലേ. പാരൊക്കെ ഉണ്ടല്ലേ പൊളിക്കാൻ? ഓ പൊളിക്കാനുള്ള കത്തി ഉണ്ട്. കത്തിയ പാരലുണ്ട്. ഇത് നടക്കണേ. ഇത് ഫസ്റ്റ് ക്വാളിറ്റി അല്ല, ഇത് സെക്കൻഡ് ക്വാളിറ്റിയാ. അതെന്ന് വെച്ചാല് പച്ചെടുക്കണ്ടായിട്ടാ. പച്ചെടുക്ക ഇത് ഫസ്റ്റ് ക്വാളിറ്റി പോകും. ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി. വെള്ളയും മറ്റേതും നല്ല ക്ലിയർ ഉള്ള അടക്ക ഉണ്ടാവും. നല്ല നിറം ഉണ്ടാവും അടക്കയ്ക്ക്. ഇവിടെ പൊളിച്ചെങ്ങനെ കാണിച്ചിരുന്നായിരുന്നു. നമ്മൾ തെരഞ്ഞ അത് കൊണ്ടുപോകുക. ഇവിടുന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആക്കി കൊണ്ടുപോയി. അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോറയ്ക്ക് 340 ഒക്കെ ഉണ്ടായിരുന്നു. കോറ എന്ന് പറഞ്ഞാൽ കറുപ്പിന് 350 ഉണ്ടായി. ഇപ്പം 325, 327 ഒക്കെ ഉള്ളൂ. പിന്നെ മറ്റേ അടക്കേക്ക് 373. പിന്നെ ഉള്ളി എന്ന് പറഞ്ഞാൽ 310, 320 റുപ്യ. ഉള്ളി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തോലിൻ്റെ ഉള്ളിൽ ഇത് കിടക്കുന്നത് അതാ ഉള്ളി. ഇതൊക്കെ നല്ല ഇതിൽ പോകും. നമുക്ക് അടക്കന്റെ ഉള്ള എങ്ങനെയാണെന്ന് ഇപ്പൊ അറിയില്ലല്ലേ? ഇല്ല. ഈ ചെറുമണി അടക്കയ്ക്ക് ഏറ്റവും മാർക്കറ്റാ. നല്ല അടക്കയ്ക്ക് വലിയ അടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുള്ള വലിയ അടക്കണ്ടല്ലോ, അതിലെങ്ങനെയായിരിക്കും ചെറിയൊരു ഫാൾട്ട് ഉണ്ടാവും. അത് ഉണക്കാൻ ശരിയായില്ലെങ്കിൽ പിന്നെ പുറമെയൊക്കെ ഇതിന് മൊട്ടി
മൊട്ടി എന്ന് പറയും. മൊട്ടി എന്ന് പറഞ്ഞാൽ വലിയ അടക്ക, വലിയ അടക്ക. മുട്ട. അങ്ങനെ പോകും. പിന്നെ അങ്ങനെ മൊട്ടി എന്ന് പറയും, പിന്നെ അല്ലാണ്ട് ചെറുത് പറയും. അങ്ങനെയൊക്കെയാണിത്. പൂനെ പോണുണ്ട്, നാഗപ്പൂർ, അങ്ങനെ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഈ മാർക്കറ്റ് ഉണ്ടല്ലോ, ആൾക്കാർ ഇപ്പൊ ഡ്രയർ വാങ്ങിച്ചു, ഉണക്കി, അതിപ്പോ തെരഞ്ഞു, ഫസ്റ്റ് കൊട്ടി, ഇത് വിൽക്കണല്ലോ. വിൽക്കാൻ ഒരു പണിയുമില്ല. ഏറ്റവും ഈ സിമ്പിൾ ആ പരിപാടി, ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് ഈ 3-5-6 മാർക്കറ്റ്, ഒരുപാട് മാർക്കറ്റുകളുണ്ട് ഇപ്പോൾ. മാർക്കറ്റിൽ കൊണ്ടുപോകാൻ നമ്മൾ അടക്ക ടച്ചാൽ മതി. അവിടെയൊക്കെ ചാക്കിലാക്കും. അവര് അവിടെ ഇറക്കി കൊടുക്കാനും എല്ലാ ആളുണ്ടാവും. ഒരു ചാക്ക് പൊട്ടിക്കും. ചാക്ക് പൊട്ടിച്ചിട്ട് ആൾക്കാർ 5-10 ആൾക്കാർ വന്നിട്ട് ഓരോരുത്തരും പറയും ഇത്ര വില. അങ്ങനെ ലേലം വിളിക്കുക. ലേലം നമ്മളെങ്ങനെ പണ്ട് ലേലം വിളിക്കുന്ന ആ സിസ്റ്റം അല്ലേ, അതേ സിസ്റ്റത്തിൽ അങ്ങനെ പറഞ്ഞ് ചില നേരമൊക്കെ നല്ല വാശിയിലൊക്കെ പോകും ലേലം വിളി വെച്ച് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. നമ്മളെ മാർക്ക് വിലയായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണ്ട. വിലയാവും എന്തായാലും. ഒരുവിധം നമ്മളൊരു ടാർഗറ്റ് ഉണ്ടാവും, ഇത്ര കിട്ടിയാൽ ഇത്ര കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എത്ര അടക്കം നമ്മൾ എടുത്തെങ്കിൽ ഇത്ര വില ആണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചേക്കാം. ഒരു പ്രശ്നമില്ല, അടക്കൊന്നും പോയി പോകില്ല. ഞാൻ പാണ്ടിക്കാട് ഇപ്പൊ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരുപാടുണ്ട്. പാണ്ടിക്കാവന്നൂരുണ്ട്, കീശ്ശേരിയുണ്ട്, ചങ്ങരംകുളം ഉണ്ട്, പുലാന്തോട്. കീശ്ശേരി, ചങ്ങരംകുളം, പുലാന്തോട് ഉണ്ട്. പിന്നെ അതേ മോഡൽ തന്നെ ഇപ്പം പാണ്ടിക്കാടും ഞാൻ കൊടുക്കലുണ്ട്. പാണ്ടിക്കാടും കുഴപ്പമില്ല. അങ്ങനെ പറയാൻ കഴിയൂല. പലയിടത്തും പല മാർക്കറ്റ് ഉണ്ടാക്കാം. ചില സമയത്ത് ആൾക്കാർ സാധനം കുറവുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് കൂടി വിളിക്കൂ. അപ്പൊ നിങ്ങൾക്ക് കമ്പനിക്കൊക്കെ ഒരുപാട് ഓർഡറുകളും മറ്റു ഇതൊക്കെ ഉണ്ടാവും. അപ്പോ അവിടെ ചില ദിവസം നല്ല മാർക്കറ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഇപ്പം പാണ്ടിക്കാട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ പാണ്ടിക്കാട് ഉണ്ടായാൽ എനിക്ക് വില കിട്ടിയിട്ടുണ്ട്, വില കൊണ്ടുപോയി. ഇനിയിപ്പം പാണ്ടിക്കാട് തന്നെ കൊടുത്തോളൊന്നുമില്ല. പിന്നെ പുലാന്തോടുണ്ട്, ചങ്ങരംകുളം ഉണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ ഇതിനെക്കാളും വില അധികം ഉണ്ടാവും ചില സമയത്ത്. നമ്മൾ അതിന്റെ മൂവ്മെന്റ് നോക്കണം. അപ്പൊ നമ്മളോട് അതൊക്കെ അന്നന്ന് ഞങ്ങൾക്ക് വാട്സപ്പിൽ വരും, ഇന്നടുത്ത് ഇന്ന ഇതിനാണ് വിറ്റെന്നുള്ളത്. അതിന്റെ ഇത് വരും. അത് വരുന്നേരം നമ്മൾ പറഞ്ഞു കൊടുക്കുക ആൾക്കാരോട്, ഇന്നടുത്ത് ഇന്നലെ എത്രയൊക്കെയാണ് പോയത്. അപ്പം ഓരോ ദിവസം ഉണ്ട് ആൾക്കാർ വിളിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. ഇത്ര നല്ല പാർട്ടിയൊക്കെ ഉണ്ടാവും ചിലവരെല്ലാം വിളിക്കാൻ വരുന്നത്. എല്ലാം വിളിക്കാൻ വരുന്ന ചില നാളില്ലെങ്കിൽ ചടപ്പിച്ചോലും എടുക്കല്ലോ, അന്ന് നമ്മൾ കൊടുക്കാണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ്. അധികം എനിക്ക് പോകാൻ സമയം കിട്ടില്ല. നമ്മളെ ആൾക്കാർ ഇവിടെ അവിടുന്ന് പോലും വിളിക്കുക, അത്ര പറഞ്ഞിട്ടുണ്ട് നമ്മളെ ആള് കൊടുക്കണമെന്ന് ആയിട്ടുണ്ട് നമ്മൾ കൊടുക്കൂ. കൊടുക്കാൻ പറയും, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. എങ്ങനെയാന്ന് ഓർമ്മ ഉണ്ടാവും. നമ്മളെ അടക്ക നമ്മൾ കയറ്റി വിടുക. കയറ്റി വിട്ടിട്ട് നമ്മളെ ആൾക്കാരുണ്ടാവും, നമ്മളെ പണിക്കാർ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം കൂടാത്ത പ്രശ്നമാണ്. പണിക്കാരുണ്ടെങ്കിൽ അവർ വിളിക്കും, അവിടെ മാർക്കറ്റിൽ ഇത്ര പറഞ്ഞിട്ട് എന്താക്കണമെന്ന് ചോദിക്കും, കൊടുക്കണമെന്ന് ചോദിക്കും. അവരോട് അറിയാം, നോക്കട്ടെ എന്ന് അറിയും. അങ്ങനെ വിളിക്കും. കൊടുക്കാനായി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പറയും. അതിൽ അടക്കട്ടെ എന്ന് പറയും, ഒന്നുകൂടി മാറ്റി വിളിക്കാൻ പറയും. പിന്നെ ഒന്നുകൂടി ഒക്കെ വിളിക്കും. കുറച്ച് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് വരും. ഓരോ റൗണ്ടിലും ഇങ്ങനെ വന്ന് ആ 2ാം റൗണ്ടിൽ ഒന്ന് വിളിപ്പിച്ചിട്ട് ഒക്കുകയാണെന്ന് നോക്കുക. പിന്നെ ചില സമയത്ത് അടക്കയ്ക്ക് ഉണ്ടല്ലോ നല്ല മാർക്കറ്റ് ഉണ്ടാവും. എന്തോ ഡിമാൻഡ് കൂടുതലുണ്ടെങ്കിൽ മാർക്കറ്റ് ഉണ്ടാവും. പിന്നെ മാർച്ച് മാസം ആകുന്നേരമൊക്കെ ചെറിയൊരു ഇത് ചവിട്ടുണ്ടാകുന്നുണ്ട്. മാർച്ച് മാസം, ഡിസംബർ മാസത്തിലൊക്കെ ചെറിയൊരു അങ്ങനെ ചില നേരം അങ്ങനെ ഉണ്ടാകാറുണ്ട് നമ്മളെ അനുഭവത്തിൽ നിന്ന് കേട്ടോ. പിന്നെ അങ്ങനെ ചില സമയത്ത് ഉണ്ടായാലുമില്ല, അങ്ങനെ ഉണ്ടായാലുണ്ട്. ഇപ്പോൾ ഡിസംബർ ആണല്ലോ ഇപ്പോൾ വരുന്നത്, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ചെറിയൊരു വില കുറവ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അല്ല, ഇക്കൊല്ലം അടക്ക വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് മൂന്നിലൊരു ഭാഗ്യമുള്ളൂ അടക്ക. വളരെ കുറവാ. പക്ഷെ ഇറക്കുമതി ഉണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടാണ് വില ഇതാകത്ത് എന്നുള്ളതൊന്നും അറിയില്ല. ചില സമയത്ത് ഫ്രണ്ട് കൂടെ നമ്മൾ തുറന്നിട്ടോ, അടയ്ക്കാണ്ട് അടച്ചാൽ പോവില്ല. തുറന്നിടുന്ന നേരം എന്താ വെച്ചിട്ടുണ്ടോ, തുറന്നിടലാണ്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പുകയെ പിടിക്കുന്നത്. അപ്പം കൊയലിൽ കൂടെ പോയാൽ തുടങ്ങിയുണ്ടോ, അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും കറക്റ്റ് ആയിട്ട് കാണാം. കൊയലിൽ കൂടെ പോയാൽ തുടങ്ങി. ഇതിന് ഒരു ഷെഡ് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഷീറ്റ് ഇട്ടുന്നല്ലോ. ഷെഡ് കെട്ടുന്നുണ്ട്. ഷെഡ് കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ തുളച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഷെഡാക്കാം. ഇതൊന്നും കെട്ടുന്നില്ല, കെട്ടാതെ ആക്കിയാലുണ്ട്. ഇടയ്ക്കോ പോവാത്തൊരു കേരളത്തിലെ ഒരുവിധം സ്ഥലത്തൊക്കെ പോയിക്കുന്നത് മെഷീനേ. കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മെച്ചം വരികയാണെങ്കിൽ വന്നോട്ടെ. അതിൽ നമുക്ക് അതിലൊരു നഷ്ടപ്പെടാനില്ലല്ലോ. ഒരു തൊഴിലല്ലേ, തൊഴിൽ അവർ രക്ഷപ്പെട്ടിക്കാണെ അവർ അറിയാം കാണുന്നത്. അപ്പൊ പിന്നെ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് ഒരു പരിപാടി ഒന്നുമില്ല. അപ്പൊ അവരെ എന്നോട് വിളിച്ച് ചോദിക്കും ഇങ്ങനെ ചെയ്താൽ എന്താ വെച്ചിട്ടോ. അപ്പൊ നമ്മൾ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കും. അവർക്ക് പലരും രക്ഷപ്പെട്ടവരുണ്ട്. അധികം കാസർഗോഡ് പോയി. കാസർഗോഡ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, 65-67 റുപ്യ ഇങ്ങനെ അടക്കേക്കുള്ളായിരുന്നു അവിടെ വില. പക്ഷെ അവിടെ മാർക്കറ്റിൽ 400 റുപ്യ 350 റുപ്യ കിട്ടിയിരുന്നു.
അപ്പോൾ അവർക്ക് 2 പിള്ളേരവിടെ ചെയ്തിട്ട് അവർക്ക് നല്ല ലാഭം കിട്ടലുണ്ടായിരുന്നു. നല്ല ലാഭം കിട്ടില്ല അവർ ചെയ്തപ്പോ. അപ്പോൾ അവിടെ അടയ്ക്കും വില കുറവ്, മറ്റേ കൊട്ടന് കൂടുതലും വില. അപ്പോൾ നല്ല ഇതിലായി. ഇപ്പോൾ ഫാമിലി വരെ അവിടെ വന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓരോ വീട്ടിൽ. അപ്പോൾ അവർക്കൊക്കെ കുഴപ്പമില്ല. ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്തോലൊക്കെ ഒരു വിജയിച്ചവരുണ്ട്, ഒരുപാട് ആൾ വിജയിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാണ്ടല്ല നമ്മളൊന്നും ചെയ്യാതെ ഒന്നും കിട്ടൂലല്ലോ. നമ്മള് അപ്പൊ പ്രകാശേട്ടാ, നമ്മൾ കുറെ ആൾക്കാർ പല രീതിയിൽ ഇപ്പൊ ഡ്രയർ ഇങ്ങനെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് 450 അപ്പൊ അതിലേറെ വലുതായിട്ട് ഒരു 1000, 1500, 2000, 2500 കിലോ ചെയ്യാൻ പറ്റാണ് ചേവ് എന്ന് പറയുന്നത് ഫർണസ് വിറ്റത്. അതിൽ ഉണക്കം എങ്ങനെയാണ്? അതും ഇതേ മോഡൽ തന്നെ. അങ്ങനെ നമ്മൾ 3 മീറ്റർ വീതി, 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും അതിൽ ചേവ് ഉണ്ടാക്കുക. ചേവ് ഉണ്ടാക്കിയിട്ട് അടിയിൽ ഈ സാധനം ഫിറ്റ് ചെയ്തിട്ട് 2 കല്ലിന്റെ മുകളിൽ ഈ സാധനം എടുത്ത് വെക്കുക, മെഷീൻ എടുത്ത് വെക്കുക, ഫർണസ് എടുത്ത് വെക്കുക. ഫർണസ് എടുത്തിട്ട് പിന്നെ 5 കല്ല് പടവയ്ക്കുക. 5 കല്ല് പടവയ്ക്ക് ഒരാൾ നിന്നിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക, അതേ ചൂട്. അതാണ് അതിന്റെ കറക്റ്റ്. അതെടുത്തിട്ട് നമ്മൾ എനിക്ക് 3 എണ്ണം ഉണ്ടായിട്ടല്ലേ, 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണത്തെ നമ്മൾ എന്തുകൂടാ, അതായത് വിറകിടാ. ഓ കാണാം. ഓ എന്നിട്ട് ആ വിറക് എന്ത് വേണമെങ്കിലും ഇടാം. അത് ഇട്ടിക്കുകയാണെന്ന് വെച്ചാൽ 2.5 ടണ്ണ് നമുക്ക് അതിലിടാം. ഈ 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിക്കും. 2.5 ടണ്ണ് 2.5 ടണ്ണ് 6000 തേങ്ങ ഉള്ളൂ. ഇളക്കണം, മറിച്ചിടണം. മറിച്ചിടാതെ യാതൊന്നും നടക്കൂല. പിന്നെ മറിച്ചിടണ്ട. അതിൽ 1.5 ടണ്ണ് ഇട്ടാലും മറിച്ചിടണ്ട. അങ്ങനെ 2.5 ടണ്ണിൽ 1.5 ടണ്ണ് ഇട്ടാൽ മതി. 1.5 ടണ്ണ് ഇട്ടുകയാണെങ്കിൽ മറിക്കേണ്ട കാര്യമല്ല. 2 ദിവസം തീ കൊടുക്കുകയാണെങ്കിൽ ക്ലിയർ ആയി ചിരട്ടയ്ക്ക സുഖമായിട്ട്. അതും ഒരേ പ്രവർത്തനമാണോ? എങ്ങനെയാണ് സംഭവമൊക്കെ ഒരേ പ്രവർത്തനമാണ്. കുറച്ചുകൂടി സുഖത്തിലുണ്ടാവും വെച്ചാൽ നമുക്ക് സൗകര്യങ്ങൾ വേണം, സ്ഥലം വേണം. ഇത് മീറ്റർ നീളവും 2 മീറ്റർ വീതിയും അത്യാവശ്യം. പിന്നെ നമ്മൾ JCB കൊണ്ടുപോകാൻ താത്തയും വേണം. JCB കൊണ്ടുപോകാൻ താത്തണം. എന്താ വെച്ചാൽ നമുക്ക് അടക്കയും തേങ്ങയൊക്കെ ഉണ്ടാക്കിയാണ് നേരിട്ട് കറക്റ്റ് അതിന്റെ മുകളിലേക്ക് ഇടണമെങ്കിൽ അത് താത്തുക. അപ്പൊ നമ്മൾ താഴത്തുണ്ടാക്കുക. അത് JCB കൊണ്ട് താത്തി ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ, ഈ സാധനം മുകളിൽ വെച്ചിട്ട് നമുക്ക് അടക്കയൊക്കെ ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് ഇടാൻ കഴിയും. അടക്ക എന്ത് സാധനവും ഇടാം. മറ്റേ നമ്മള് മുകളിൽ നിന്ന് മറ്റേ കോണി വെച്ച് കയറണം. കോണി വെച്ച് കയറുന്ന ബുദ്ധിമുട്ടാണ്. സാധനം ലോഡ് എടുത്തിട്ട് ബുദ്ധിമുട്ട്. ഇത് വെട്ടുകയാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ടാ മതി. നല്ല ഐഡിയ ആണ്. അതിനായിട്ട് ഷെഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ മറ്റേത് മഴവെള്ളം ഉള്ളിൽ കയറും. അതിനൊക്കെ തടയൊക്കെ ഇട്ട് അങ്ങനെ സെറ്റപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ താഴ്ത്തി നമ്മൾ അടി ഉണ്ടാക്കുക, വണ്ടി നേരിട്ട് നമ്മൾ വണ്ടി വന്നിട്ട് ഇടയ്ക്കൊക്കെ നേരിട്ട് അതിലേക്ക് ഇടാം, എന്തുടാ. അതാണ് സൗകര്യത്തിൽ ഉണ്ടാക്കണം. അതാണ് അതിന്റെ ഞങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ്. അതാണ് താ നിൽക്കുന്നത്. കാണിച്ചു. ഓക്കെ. അപ്പൊ അതിൽ ഉണക്കി കഴിഞ്ഞാലും ഇതേ സിസ്റ്റത്തിൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതൽ മെയിനായിട്ട് നാളികേരം ഉണക്കലില്ല. നാളികേരം അടക്ക ഉണക്കലുണ്ട്. അടക്ക ഞാൻ 2.5 ടണ്ണ് അടക്ക ഉണക്കലുണ്ടായിരുന്നു. കൂടുതൽ ബൾക്കായിട്ട് സാധനം വരുമ്പോ അവിടെ ഉണക്കല്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങള് വെളിച്ചെണ്ണ മില്ല് തുടങ്ങിയതിന്റെ ശേഷം അതുകൂടി ചെയ്യാനുള്ള ഗ്യാപ്പ് അവിടെ ഇല്ല. അതാണ് അടക്കം. ഞാൻ അവിടെ നിന്ന് കടയിൽ എടുക്കുന്നൊക്കെ ഞാൻ ഇവിടേക്ക് എടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് കൊടുക്കുക. അപ്പൊ പ്രകാശേട്ടനാണ് ബേസില് കുറെ ആൾക്കാര് ഞങ്ങളെ നേരിട്ട് കണ്ട പരിചയമുണ്ടാവില്ല, വിളിച്ചൊക്കെ പരിചയം. അപ്പൊ ഞങ്ങളെ രണ്ടാളിന്ന് ഒരുമിച്ച് കണ്ടോട്ട് നേരിട്ടുള്ള ഒരു എടുക്കലാണ്. അപ്പൊ പ്രകാശേട്ടൻ നമ്മളെ 2ാമത്തെ വീഡിയോ ചെയ്യണ ഏകദേശം 1 വർഷം ആവാനായില്ലേ നമ്മൾ. അപ്പൊ നേരത്തെ ഇതിൽ കുറെ ആൾക്കാർ പല രീതിയിൽ അന്ന് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ഈ ഡ്രയർ എങ്ങനെ ഉപയോഗിക്കാന്ന് അന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ വീഡിയോയില് ഈ നമ്മൾ പലവരും ചോദിക്കുന്നത് എങ്ങനെ ചെയ്യല്, എങ്ങനെ ചെയ്താലാണ് ഇന്ന രീതിയിൽ നന്നായി കിട്ടുക, എത്ര ടെമ്പറേച്ചർ വെക്കണം, വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ വിറകിട്ട് കൊടുക്കണം, എന്താണ് കത്തിക്കണം, എങ്ങനെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും എന്തെങ്കിലും കസ്റ്റമർ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പ്രകാശേട്ടൻ്റെ നമ്പർ ഉണ്ടാവും, നമ്മൾ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട്. ആ നമ്പറിൽ വിളിച്ച് നമ്മളെ ബന്ധപ്പെടുക. എല്ലാ കാര്യങ്ങളും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. എന്താണ് നമ്മൾ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് ഐഡിയയും പറഞ്ഞുതരാം. പിന്നെ അതേമായിട്ട് നിങ്ങൾക്ക് ഇനി അടക്കന്നെ ആണെങ്കിൽ ഇപ്പൊ വിളിച്ചാൽ മതി. പക്ഷെ നമ്മള് സ്പോട്ടിൽ ആളെ എത്തിച്ചേരും. ഇപ്പൊ അവിടെ എത്തിയിട്ട് പൈസ കൊടുത്താലും മതി, അതിന്റെ ഇടയ്ക്ക് ഒന്നും കൊടുക്കണ്ട. അപ്പൊ സംഭവം എന്ത്, ഈ അടക്ക സംബന്ധമായിട്ട് എന്ത് കാര്യങ്ങളും അല്ലെ, ഡ്രയർ സംബന്ധമായിട്ട് വിവരത്തിന്, അതേപോലെ അടക്കമാണെങ്കിൽ ഇങ്ങനത്തെ കാര്യം, ഇനി പഴുത്തായാലും കൊട്ടയായാലും അല്ലെ, എങ്ങനെയാണ് എന്താണെങ്കിലും നമ്മളെ വിളിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ഓർഡർ സംബന്ധമായി പിന്നെ നിങ്ങൾക്ക് കൊട്ടടക്ക് തന്നെ വേണമെന്ന് വിചാരിച്ചോളൂ. എത്ര വേണമെങ്കിലും നിങ്ങൾ വിളിക്കുക, ഇവിടെ വന്ന് കാണിച്ചു തരാം. ഇഷ്ടംമാതിരി അടക്കുണ്ടാവും. നമ്മളെ കെയർ ഓഫിൽ ഒരുപാട് അടക്കുണ്ട്. പലരും നമ്മളെ മെഷീൻ വാങ്ങി ഉണക്കുന്നല്ലോ, അല്ലാതെ നമ്മളെ കടയിൽ വരുന്നു, നമ്മൾ ഉണക്കുന്ന അടക്കിയൊക്കെ വന്ന് നോക്കി നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. അപ്പൊ വളരെ സന്തോഷം പ്രകാശ് ചേട്ടാ. 2ാമത് നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞതിലും
ഈ പ്രേക്ഷകർ ഒരുപാട് സംശയങ്ങളൊക്കെ ഇതോടുകൂടി മാറി കിട്ടുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇനി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് അടുത്ത നോക്കാം. അപ്പൊ വീണ്ടും താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.